ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഞ്ചലീന ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ഹൃദയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം, ലോക ഹൃദയ ദിനം ഒക്കെ നമ്മൾ ആചരിക്കാറുണ്ടല്ലേ. എന്നാണ് ലോക ഹൃദയ ദിനം? സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഹൃദയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ആവശ്യമാണല്ലേ. ഓക്സിജൻ്റെ അളവ് ശരീരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാം ആരെ എത്തിക്കണം? ഓക്സിജനെ എത്തിക്കണം. ശ്വസനത്തിലൂടെ അകത്തേക്ക് വായുവിൽ നിന്ന് ശ്വാസകോശം ഓക്സിജനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ ഓക്സിജനെ പിന്നെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാവോ? രക്തക്കുഴലുകളിലൂടെ രക്തം എല്ലായിടത്തും പമ്പ് ചെയ്ത് എത്തിക്കുന്നത് ആരാണ്? ഹൃദയമാണല്ലേ. അതുപോലെ തന്നെ അപ്പോൾ രക്തത്തിലൂടെ ഈ ഓക്സിജനും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നു. നമുക്കറിയാം, ഹൃദയം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്താൽ നമ്മുടെ കാര്യം എന്തായിത്തീരും? നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരു ശരാശരി ആയുസ്സിൽ 2.5 മില്യൺ തവണ മിടിക്കുന്നു എന്നാണ് ഒരു ഏകദേശ കണക്ക് നമുക്ക് ഉള്ളത്. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഒരു ആന്തരിക അവയവമാണ് ഹൃദയം. അതായത് മസ്തിഷ്കത്തിൻ്റെയും നാരുകളുടെയും ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. രക്തചംക്രമണ വ്യൂഹത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ജോലി ശരീരത്തിൻ്റെ കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും ഒക്കെ രക്തം പമ്പ് ചെയ്യലാണ്. എല്ലായിടത്തും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം എത്തിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഡ്യൂട്ടി. ഓരോ മിനിറ്റിലും പുരുഷന്മാർക്ക് 70 തൊട്ട് 72 തവണയും സ്ത്രീകൾക്ക് 78 തൊട്ട് 82 തവണയും വിശ്രമാവസ്ഥയിൽ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിക്കണം, വിശ്രമാവസ്ഥയിലാണ് ഇത്രയും ടൈം ഒരു മിനിറ്റിൽ ഇടിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുമല്ലോ. അങ്ങനെ കഴിയുമ്പോൾ ഇതിലും കൂടുതലാകും. അങ്ങനെയാണെങ്കിൽ ശിശുക്കളിൽ എങ്ങനെയായിരിക്കും? കുഞ്ഞുങ്ങളിലൊക്കെ 130 പ്രാവശ്യമാണ് ഓരോ തവണയും ഹൃദയസ്പന്ദനം. അതായത് 72 മില്ലി ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയിൽ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? 5 ലിറ്ററോളം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ശരാശരി 9800 ലിറ്റർ മുതൽ 12600 ലിറ്റർ വരെ ഓരോ ദിവസവും പമ്പ് ചെയ്യുന്നുണ്ട്. മനുഷ്യന് പുറമെ മൃഗങ്ങളിലും ആർത്തർപോഡസ്, മുള്ളസ്ക തുടങ്ങിയ വർഗ്ഗങ്ങളിലും സമാനമായ ഹൃദയമാണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണെന്നറിയാവോ? സ്റ്റെതസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഹൃദയത്തിന് ഈ പേര് ഹൃദയം എന്ന പേര് കിട്ടിയത് ഹൃദ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഹൃദയം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? കേന്ദ്രം, മധ്യം എന്നൊക്കെയാണ് ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, നട്ടലുള്ള ജീവികളിൽ ഭ്രൂണാവസ്ഥയിൽ വെച്ച് ആദ്യം ഉണ്ടാകുന്ന അവയവമാണ് ഹൃദയം. ഇനി നമുക്ക് ഹൃദയത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് മാംസപേശികൾ കൊണ്ട് ഉണ്ടാക്കിയ അവയവമാണിത്. ഓരോരുത്തരുടെയും ഹൃദയത്തിന് അവരവരുടെ മുഷ്ടിയോളം വലിപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് ഏകദേശം എത്ര ഗ്രാം വെയിറ്റ് ഉണ്ടെന്നറിയാമോ? 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തു നിന്നും അല്പം ഇടത്തേക്ക് മാറിയാണ് നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുറ്റും ഒരു സംരക്ഷണം ഉള്ള കിട്ടുന്ന ഒരു അവയവമാണ് ഹൃദയം. അതായത് മുൻവശത്ത് നെഞ്ചല്, വാരിയെല്ല്, പിന്നിൽ നട്ടെല്ല് എന്നിവയിലൊക്കെ ചുറ്റും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഒരു കോട്ടയ്ക്കുള്ളിൽ കഴിയുന്നത് പോലെ വാരിയെല്ലുകൾ കൊണ്ടുള്ള ഒരു കോട്ടയ്ക്കകത്ത് അല്പം ഇടത്തോട്ട് മാറിയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചുരുട്ടി പിടിച്ച ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തോളം ഉണ്ട് താനും. നമുക്ക് ഹൃദയത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഹൃദയപേശിയുടെ പുറത്തെ ആവരണത്തിന് പറയുന്ന പേരെന്താണെന്നറിയാവോ? എപ്പികാർഡിയം. എന്താണ്? എപ്പികാർഡിയം. അതിനുള്ളിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നതാണ് പെരികാർഡിയം. അതിലെ മാംസപേശി നമ്മൾ എന്ത് വിളിക്കുന്നു?
മയോകാർഡിയം എന്നും പറയുന്നു. അതിനും ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നത് ആരാണെന്നറിയാവോ? എൻഡോകാർഡിയം. എന്താണ്? എൻഡോകാർഡിയം. അതേപോലെ തന്നെ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? 4 അറകളാണ് ഉള്ളത്. ഇവയിലെ മുകൾ ഭാഗത്തെ 2 അറകളെ ഓട്രിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയ എന്നും താഴെ കാണുന്നവയെ വെൻട്രിക്കിൾ എന്നും വിളിക്കുന്നു. അതായത് ഏതൊക്കെയാണ്? 2 വെൻട്രിക്കിളും 2 ഓറിക്കിളുമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. വെൻട്രിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഓറിക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അത് വളരെ ലോലമായ ഭിത്തിയായിരിക്കും അതിനുള്ളത്. അതേസമയം വെൻട്രിക്കിളിൻ്റെ ഭിത്തി എങ്ങനെയാണ്? നല്ല തടിച്ച ഭിത്തിയായിരിക്കും വെൻട്രിക്കിളിനുള്ളത്. ഒന്നുകൂടെ പറയാം. ഓറിക്കിൾസ് വളരെ ലോലമായ ഭിത്തിയായിരിക്കും. വെൻട്രിക്കിൾസ് എങ്ങനെയായിരിക്കും? നല്ല തടിച്ച ഭിത്തിയായിരിക്കും. വലതുവശത്തെയും ഇടതുവശത്തെയും അറകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഓറിക്കിളുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധം ഈ ഡെലിവറിക്ക് ശേഷം അല്ലെ പ്രസവത്തിന് ശേഷം ഈ കുഞ്ഞുങ്ങളുണ്ട് ഈ ഹൃദയത്തിൻ്റെ ഈ ദ്വാരം അടഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഹൃദയപേശികളുടെ പ്രവർത്തനത്തിന് ശുദ്ധരക്തം ആവശ്യമാണ്. അയോർട്ടയുടെ തുടക്കത്തിൽ നിന്നും 2 കൊറോണറി ആർട്ടറികൾ ഉത്ഭവിക്കുന്നു. ഇടത് വലതായി. ഈ ആർട്ടറികൾ ഹൃദയപേശികൾക്ക് വേണ്ട ശുദ്ധജലം എത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ? അതായത് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ മുഴുവൻ രക്തത്തിൽ കലരുന്നത് ആരാണ്? ശ്വാസകോശമാണ് അങ്ങനെ കലർത്തുന്നത്. ഓക്സിജൻ കലർന്ന രക്തത്തെ നമ്മൾ എന്ത് പറയുന്നു? ശുദ്ധരക്തം എന്ന് പറയുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധരക്തം ഇടത്തെ ആർട്ടറിയിൽ എത്തിച്ചേരുന്നു. ആർട്ടറിയം ഇത് തൊട്ട് താഴെയുള്ള ഇടത്തെ വെൻട്രിക്കിളിന് കൈമാറുന്നു. വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിലൂടെ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. രക്തത്തിലെ ഓക്സിജൻ ശരീരത്തിലെ കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി തീർന്നു? അശുദ്ധ രക്തമായിട്ട് മാറുന്നു. ഈ അശുദ്ധ രക്തം രക്തക്കുഴലുകൾ വഴി ആർട്ടറിയത്തിൽ എത്തിച്ചിരുന്നു. ആർട്ടറിയം അത് വലത്തെ വെൻട്രിക്കിളിന് വീണ്ടും കൊടുക്കുന്നു. വെൻട്രിക്കിൾ അശുദ്ധ രക്തത്തെ ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുമുള്ള രക്തത്തിൻ്റെ ഈ ഒഴുക്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? രക്തചംക്രമണം എന്നാണ് വിളിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭിത്തികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടാണ് രക്തത്തെ തള്ളിവിടുന്നത്. താളത്തിലുള്ള ഈ തള്ളൽ അഥവാ മർദ്ദം ഒരു ഓളം പോലെ രക്തക്കുഴലുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഈ തള്ളൽ നമുക്ക് ശരീരത്ത് പലയിടത്തും തൊട്ടറിയാം. അറിയാമല്ലോ, നമ്മൾ പൾസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൈപ്പത്തിക്ക് തൊട്ട് താഴെ നിന്ന് കൈ പിടിച്ച് നോക്കിയേ, ടപ്പ് ടപ്പെന്നൊരു സൗണ്ട് കേട്ടിട്ടില്ലേ? അതാണ് ഹൃദയം രക്തം തള്ളിവിടുന്ന ശക്തി അഥവാ രക്തസമ്മർദ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രക്തസമ്മർദ്ദം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ദോഷമായി ബാധിക്കും. അതായത് സ്പിഗ്മോമാനോമീറ്റർ, നമുക്കറിയാം BP നോക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സ്പിഗ്മോമാനോമീറ്റർ. ഇതുപയോഗിച്ചാണ് നാം രക്തസമ്മർദ്ദം അളക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.